ഹരി ഓം. ദശകം 24, ശ്ലോകം 6. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേധതനയേ ഭവദ്ഭക്തിം വര്യാമഭിഗദതി പര്യാകുലധൃതിഃ ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേതി വിവിദൻ വധോപായാനസ്മിൻ ബദനുദ ഭവത്പാദശരണേ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. അധീതേഷു ശ്രേഷ്ഠം കിം ഇതി പരിപൃഷ്ടേ അധ തനയേ. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേധ തനയേ ഭവത് ഭക്തിം വര്യാം അഭിഗദതി പര്യാകുല ധൃതിഃ. ഭവദ്ഭക്തിം വര്യാമഭിഗദതി പര്യാകുലധൃതിഃ ഗുരുഭ്യഃ രോഷിത്വാ സഹജമതിഃ അസ്യ ഇതി അഭിവിദൻ. ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ. സഹജമതിഃ അസ്യ ഇതി അഭിവിദൻ. സഹജമതിരസ്യേത്യഭിവിദൻ. വധ ഉപായാൻ അസ്മിൻ വെദനുത ഭവത് പാദ ശരണേ. വധോപായാനസ്മിൻ വെദനുത ഭവത് പാദശരണേ. വധ ഉപായാൻ അസ്മിൻ, അതാണ് വധോപായാൻ അസ്മിൻ ബദനുദ ഭവത് പാദശരണേ. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേധതനയേ ഭവദ്ഭക്തിം വര്യാമഭിഗദതി പര്യാകുലധൃതിഃ ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ ബദനുദ ഭവത്പാദശരണേ. ശ്ലോകം 6 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 5 നമ്മൾ കണ്ടു തൻ്റെ മകനായ പ്രഹ്ലാദന് ഭഗവാനിലുള്ള ഭക്തി കൂടുതലാണെന്നും അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ അസുരന്മാരുടെ ഗുരുക്കന്മാരെ വിളിച്ച് അവരുടെ രീതികളൊക്കെ പഠിപ്പിക്കാനായിട്ട് അവരുടെ ഗുരുകുലത്തിലേക്ക് വിടുന്നു. അതൊക്കെ പഠിച്ചിട്ടും അവൻ മനസ്സിൽ തന്നെ പറയുന്നു അതൊക്കെ തിന്മയ്ക്കുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അതെല്ലാം തള്ളിക്കളഞ്ഞു. എന്നിട്ടോ അവിടുത്തെ തൃപ്പാദ ഭക്തിയോടുകൂടി തന്നെ വളർന്നു വന്നു. അപ്പോൾ 6-ാം ശ്ലോകത്തിൽ ആ ഗുരുകുല പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും കൊട്ടാരത്തിലേക്ക് വരുന്നു. അപ്പോൾ ഹിരണ്യകശിപു മകനെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അധീതേഷു ശ്രേഷ്ഠം കിം ഇതി പരിപൃഷ്ടേ. എന്താ ചോദിക്കുന്നേ? അധീതേഷു ശ്രേഷ്ഠം കിം, ഈ പഠിച്ചവയിൽ വെച്ച് ഉത്തമം എന്ത്, ഇതി പരിപൃഷ്ടേ എന്ന് ചോദിച്ചപ്പോൾ തനയെ ഭവത് ഭക്തിം വര്യാം അഭിഗദതി അധ. അപ്പോൾ തനയെ എന്ന് പറഞ്ഞാൽ മകൻ ആ ഭഗവത് ഭക്തി തന്നെയാണ് ഉത്തമം എന്ന് നേരിട്ട് പറഞ്ഞു. അപ്പോൾ അധീതേഷു ശ്രേഷ്ഠം കിം, ഈ പഠിച്ചവയിൽ വെച്ച് ഉത്തമം എന്ത്, ഇതി പരിപൃഷ്ടേ എന്ന് ചോദിച്ചപ്പോൾ തനയെ മകൻ ഭവത് ഭക്തി വര്യാം അഭിഗദത അധ, മകൻ പറഞ്ഞു ഭഗവത് ഭക്തിയാണ് ഉത്തമം എന്ന് നേരിട്ട് പറഞ്ഞു. അപ്പോഴെന്ത് സംഭവിച്ചു? അപ്പോൾ ആ ഗുരുക്കന്മാരോട് ചോദിച്ചു, ഇവൻ എന്താ വീണ്ടും ഇങ്ങനെ ആയിപ്പോയത്, നിങ്ങളൊന്നും നേരെ ചൊവ്വേ പഠിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഞങ്ങളാരും ഇതൊന്നും പഠിപ്പിച്ചതല്ല, ആ കുട്ടിയുടെ സ്വാഭാവിക ബുദ്ധിയാണ്, അവിടെ ആരും വന്നിട്ടുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അവൻ്റെ സ്വാഭാവിക ബുദ്ധിയാണ് എന്ന് നല്ലവണ്ണം മനസ്സിലാക്കി. അതാണ് ഇതി അഭിവിദൻ ഭവത് പാദശരണേ അസ്മിൻ വധോപായാൻ ബദനുദ. അവിടുത്തെ പാതാരബിന്ദങ്ങളെ ശരണം പ്രാപിച്ച ഇവൻ്റെ നേരെ കൊല്ലാനുള്ള മാർഗങ്ങൾ പ്രയോഗിച്ചു.
ആ ഭട്ടതിരിപ്പാട് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് ഭവത്പാദശരണേ അസ്മിൻ, അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന എന്തിനാ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ച ഇവൻ്റെ നേരെ കൊല്ലാനുള്ള മാർഗങ്ങൾ പ്രയോഗിച്ചു. അപ്പോൾ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുന്നവരെ കൊല്ലാൻ ശ്രമിച്ചാൽ അത് നടക്കത്തില്ല എന്നുള്ളത് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭവത്പാദശരണിയെ, അങ്ങനെ ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിച്ച് അവനെയാണ് ഇവർ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ളത്, അത് വെറുതെ പാഴാണല്ലോ എന്നുള്ളൊരർത്ഥം വരാനാണ് ഭട്ടതിരിപ്പാട് ആ പ്രയോഗം അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ഗുരുകുലത്തിൽ നിന്നൊക്കെ തിരിച്ചു വന്നപ്പോഴേക്കും ഭാര്യയായിട്ടുള്ള അമ്മയായിട്ടുള്ള കയാതു അവനെ പുതിയ ഉടുപ്പുമൊക്കെ ഇടിപ്പിച്ച് വസ്ത്രങ്ങളൊക്കെ ഇടിപ്പിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ അച്ഛൻ്റെ മടിയിലിരുത്തിയ ശേഷം അച്ഛൻ ചോദിക്കുന്നു, നീ എന്താണ് പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠം എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞ് പ്രഹ്ലാദൻ പറയുന്നു, ഭഗവാനിലുള്ള ഭക്തി തന്നെയാണ് ശ്രേഷ്ഠം. എന്താണ് ആ ശ്രേഷ്ഠത എന്താണെന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്? ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇങ്ങനെ 9 വിധത്തിലുള്ള ഭക്തിയാണ് വേണ്ടത് എന്നാണ് പ്രഹ്ലാദൻ പറയുന്നത്. ഏതൊക്കെയാണ്? ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പോൾ ഈ തരത്തിലുള്ള ഭക്തി ആരാണോ ഭഗവാനിൽ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠം. ഇതൊക്കെ ഭാഗവതം പറയുന്നതാണ്. അപ്പോൾ എന്തു ചെയ്തു? കുഞ്ഞിനെ മടിയിലിരുത്തിയിരിക്കുകയല്ലേ, ആ മടിയിലിരുത്തിയിരുന്ന ഹിരണ്യകശിപുവിന് പെട്ടെന്ന് ദേഷ്യം വരുത്തിയിട്ട് മടിയിലിരുന്ന ആ പ്രഹ്ലാദനെ ഒരൊറ്റ ഏറെറിഞ്ഞു എന്നാണ് ഭാഗവതം പറയുന്നത്. എന്നിട്ടോ ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം പോയി ഭയങ്കര ദുഃഖിതനായി. എന്നിട്ട് ആ ചണ്ടാമർക്കന്മാരെ വിളിച്ചിട്ട്, ഇതൊക്കെയാണോ നിങ്ങൾ പഠിപ്പിച്ചത്, ഇതെല്ലാം എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നു. ഇതെല്ലാം കുട്ടിയുടെ സ്വഭാവമാണ് എന്നവർ പറയുന്നു. ആ ദേഷ്യവും കുറേയൊക്കെ ചണ്ടാമർക്കന്മാരോട് കാണിച്ചു. പിന്നീട് ഗുരുക്കന്മാരെ ശാസിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊക്കെ നൈസർഗികമായിട്ടുള്ളതാണ്, സ്വഭാവമാണ് ഈ കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞത് കേട്ടിട്ട് എന്ന് വീണ്ടും ഈ ഹിരണ്യകശിപു ചിരിച്ചു തള്ളിയത്. എന്നിട്ട് ഈ ഉണ്ണിയെ വധിക്കുവാനുള്ള ഉപായങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് കൊന്നിട്ട് ആ ശരീരം എന്നെ കൊണ്ട് കാണിച്ചു തരണമെന്നാണ് പറഞ്ഞത്. എന്തിനാ? സ്വന്തമായിട്ട് അച്ഛനല്ലേ കൊല്ലാൻ വയ്യ, അവർ കൊന്നിട്ട് ആ ശരീരം കൊണ്ട് കാണിക്കണം എന്നുദ്ദേശിച്ചായിരിക്കണം. ഹിരണ്യകശിപുവിന് നന്നായിട്ട് മനസ്സിലായി ഇവൻ്റെ ആ സ്വതസിദ്ധമായിട്ടുള്ള ആ ഭഗവത് ഭക്തിയെ മാറ്റിയെടുക്കാൻ ശകലം ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നത്. പക്ഷേ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച പ്രഹ്ലാദനെ കൊല്ലുവാൻ എളുപ്പമാണോ? അല്ല. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേധതനയേ ഭവദ്ഭക്തിം വര്യാമഭിഗതതി വര്യാകുലധൃതിഃ ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാനസ്മിൻ വദനുദ ഭവത്പാദശരണീ.